ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഗോവയിലെ വിവിധ പള്ളികളിലേക്കുള്ള തീർത്ഥാടന യാത്രയിൽ നിങ്ങൾക്കും എന്നോടൊപ്പം പങ്കുചേരാം. ഇന്നത്തെ നമ്മുടെ യാത്ര അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ദേവാലയത്തിലേക്കാണ്. കർമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പഴയ ഗോവയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഹൈവേ ഓവർ ബ്രിഡ്ജിന്റെ താഴെ നിന്നും പനാജിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി യാത്ര തുടരാം. തുടർന്ന് പനാജി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുക. ബസ് ചാർജ് 15 രൂപയ്ക്ക് ഒത്തിരി ദൂരം യാത്ര ചെയ്യുവാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിൽ നിന്നും ഇമാക്കുലേറ്റ് ചർച്ച് വഴി പോകുന്ന അടുത്ത ബസ്സിൽ കയറുക. 10 രൂപയുടെ യാത്രാ ദൂരം മാത്രമേ ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ പള്ളിയിലേക്ക് ഉള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ അകലെയാണ് ഈ പള്ളി. അവർ ലേഡി ഓഫ് ദി ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് ഗോവയിലെ പനാജിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിൽ എല്ലാ ദിവസവും രാവിലെ ഇംഗ്ലീഷിലും കൊങ്കിണിയിലും കുർബാനകൾ ഉണ്ട്. വിശേഷ ദിവസങ്ങളിൽ പോർച്ചുഗീസ് കുർബാനയും ഉണ്ടാകാറുണ്ട്. കൊളോണിയൽ പോർച്ചുഗീസ് ബാറോക്ക് ശൈലിയിലുള്ള ഈ പള്ളി 1541 പനാജി നഗരത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിൻ പുറത്ത് ഒരു ചാപ്പലായാണ് ആദ്യം നിർമ്മിച്ചത്. പോർച്ചുഗീസ് ഗോവയുടെ മതവിപുലീകരണത്തിന്റെ ഭാഗമായി 1600കളിൽ ചാപ്പലിന് പകരം ഒരു വലിയ പള്ളി സ്ഥാപിച്ചു. അഗസ്റ്റീനിയൻ പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന പുരാതന മണി ഈ പള്ളിയിലാണ് ഉള്ളത്. പള്ളിയുടെ ഏറ്റവും മുകളിൽ നടുക്കായി സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയ മണിയാണ് അത്. 1871 ഈ ദേവാലയ മണി ഗോപുരത്തിൽ സ്ഥാപിച്ചത്. പോർച്ചുഗീസ് ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായ പനാജിയിൽ പോർച്ചുഗീസ് നാവികരുടെ മതപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 1541 ആദ്യമായി ഒരു ചാപ്പൽ നിർമ്മിച്ചു. അക്കാലത്ത് ഇവിടം ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. 1600 അന്നത്തെ ആർച്ച് ബിഷപ്പ് അലിക്സോ ഡി മെനേസസ് ഈ ചാപ്പലിനെ ഒരു ഇടവകയാക്കി ഉയർത്തുകയും പുതിയ പള്ളിയുടെ നിർമ്മാണത്തിന് തറക്കല്ലിടുകയും ചെയ്തു. 1609 ചെറിയ ചാപ്പലിന് പകരം പുതിയതായി നിർമ്മിച്ച പള്ളിയുടെ പണികൾ പൂർത്തിയാവുകയും വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. പ്രദേശവാസികൾക്കും നാവികർക്കും ഒരുമിച്ച് ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ പള്ളി. 1870 കുന്നിൻ മുകളിലെ മണ്ണ് നീക്കം ചെയ്ത് സിങ് സാങ് രൂപത്തിലുള്ള ഗോവണിപ്പടികൾ നിർമ്മിച്ചു. പഴയ പള്ളിയുടെ അൾത്താരയുടെ പിൻഭാഗങ്ങൾ ഇപ്പോൾ ഉപയോഗശൂന്യമായി പുതിയ പള്ളിയുടെ പുറകുവശത്ത് കാടുപിടിച്ച് കിടപ്പുണ്ട്. ചെങ്കൽ കൊണ്ടാണ് ഈ പള്ളി പൂർണ്ണമായും നിർമ്മിച്ചിട്ടുള്ളത്. പനാജിമിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി ഒരു കുന്നിൻ മുകളിലാണ് നിൽക്കുന്നത്. പനാജി നഗരത്തിന്റെ മുനിസിപ്പൽ ഗാർഡൻ പള്ളിയുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. 19-ാം നൂറ്റാണ്ട് വരെ ഗോവയുടെ തലസ്ഥാനമായിരുന്ന പഴയ ഗോവയിലേക്ക് കപ്പലുകൾ പോകുന്നതിനു മുമ്പ് നാവികർക്ക് ഇറങ്ങുന്നതിനും വ്യാപാര സാധനങ്ങളുടെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും ആയി ഉപയോഗിച്ചിരുന്നതുമായ ഒരു കൊളോണിയൽ തുറമുഖ ലാൻഡിംഗ് സ്ഥലമായിരുന്നു പനാജിയിലെ ഈ പ്രദേശം. പോർച്ചുഗീസ് ബാറോക്ക് ശൈലിയിലുള്ള വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമാണ് പള്ളിയുടെ പുറംഭാഗം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിശുദ്ധിയെ സൂചിപ്പിക്കുവാൻ തിളങ്ങുന്ന വെള്ള നിറമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത്. അഗസ്റ്റീനിയൻ മൊണാസ്ട്രിയിൽ നിന്നുള്ള മണിയാണ് 2 ഗോപുരങ്ങളുടെയും മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉയരമുള്ള ബെൽഫ്രി. ഈ ദേവാലയം പനാജി നഗരത്തിൽ നിന്ന് നോക്കിയാൽ കാണുവാൻ കഴിയും. പനാജിയുടെ കിരീടം എന്നറിയപ്പെടുന്ന ദേവാലയമാണ് ഇത്. ഓർത്തഡോക്സ് ക്രൂസിഫോം മാതൃകയിൽ ഒരു നേവ്, ട്രാൻസ്പെറ്റ് എന്നിവയോട് കൂടിയാണ് പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്.
പള്ളിയുടെ ഉൾവശം അതിഗംഭീരമാണ്. മനോഹരമായ അലങ്കാരങ്ങളുള്ള പ്രധാന ബലിപീഠം മാതാവ് മേരിക്ക് സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന ബലിപീഠത്തിന്റെ ഇരുവശത്തും മനോഹരമായ കൊത്തുപണികളുള്ള സ്വർണം പൂശിയ അലങ്കരിച്ച മറ്റ് 2 ബലിപീഠങ്ങൾ കൂടി ഉണ്ട്. ഇടതുവശത്തുള്ളത് യേശുവിന്റെ കുരിശുമരണവും വലതുവശത്തുള്ളത് അവർ ലേഡി ഓഫ് ജപമാലയുടേതുമാണ്. ഈ 2 അൾത്താരുകൾക്ക് ചുറ്റും സെന്റ് പീറ്ററിന്റെയും സെന്റ് പോൾസിന്റെയും മാർബിളിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ ഉണ്ട്. ആഘോഷവേളകളിൽ ബലിപീഠങ്ങൾ അലങ്കരിക്കുന്നത് നീലയും വെള്ളയും പൂക്കൾ കൊണ്ടാണ്. പ്രധാന അൾത്താരയുടെ വലതുഭാഗത്ത് ട്രാൻസ്പെറ്റിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ ഒരു ചെറിയ ചാപ്പലും കാണുവാൻ കഴിയുന്നതാണ്. ഈ ചാപ്പലിലെ വിശുദ്ധരുടെ രൂപങ്ങൾ ഒരു ഗ്ലാസ് കേസിൽ അടച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. എല്ലാ വർഷവും ഡിസംബർ 8 നടക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാളിൽ പള്ളി വർണ്ണാഭമായ പ്രകാശത്താൽ പൂരിതമാണ്. ഓരോ വർഷവും പെരുന്നാളിന്റെ ഭാഗമായി പള്ളിയെ അലങ്കരിക്കുന്ന ദീപവിധാനം കാണുവാനും ചിത്രങ്ങൾ പകർത്തുവാനും നിരവധി വിദേശ ഫോട്ടോഗ്രാഫർമാർ വരിക പതിവാണ്. കുന്നിൻ മുകളിലെ ഈ ദേവാലയം പെരുന്നാൾ ദിവസം അതിമനോഹരമായ ലൈറ്റുകളാൽ വർണ്ണവിസ്മയം ഒരുക്കുന്നത് ഒരിക്കൽ കണ്ടാൽ അടുത്ത വർഷവും പെരുന്നാളിന് ഈ പള്ളി സന്ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഏതൊരു വ്യക്തിയെയും പ്രേരിപ്പിക്കുന്നതാണ്. ഈ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ വഴി നിറവേറ്റിത്തരും. കണ്ണുകളടച്ച് പ്രാർത്ഥനാനിരതമായി അമ്മയ്ക്കരികിൽ ഇരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മുടെ നിരവധിയായ ആവശ്യങ്ങൾ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.